പെരിയയിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതക കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവത്തിൽ അറസ്റ്റിലായ മുൻ CPM ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ അടക്കം 4 പേർ സംഭവശേഷം ആദ്യമെത്തിയത് പാർട്ടി ഓഫീസിൽ. ചട്ടംചാലിനടുത്തെ ഓഫീസിലാണ് മണിക്കൂറോളം ഇവർ ചെലവഴിച്ചത്. ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിലുള്ളവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. കൃത്യത്തിന് ശേഷം പാർട്ടി ഓഫീസിലെത്തിയ സംഘം തിങ്കളാഴ്ച പുലർച്ചെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 3 പേർ ഞായറാഴ്ച രാത്രി പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ തങ്ങി. നേരം പുലർന്നതോടെ എല്ലാവരെയും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ദേശീയപാത ഒഴിവാക്കി മറ്റു വഴികളിലൂടെയാണ് ഇവരെ ഒളിസങ്കേതത്തിൽ എത്തിച്ചത്. ഇതിന് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിച്ചിരുന്നെന്നും കസ്റ്റഡിയിലുള്ളവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. പിന്നീട് നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പീതാംബരൻ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു. ജില്ലയിലെ പാർട്ടിയുടെ സ്വാധീന മേഖലയായിരുന്നു പ്രതികൾക്ക് ഒളിത്താവളം ഒരുക്കിയത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് പദ്ധതിയുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാറും ജീപ്പും വാനും പോലീസ് പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത കാറിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ രക്തക്കറയും വാഹനമിടിച്ചതിന്റെ തെളിവുകളും ലഭിച്ചു. ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഉപയോഗിച്ച പ്രധാന ആയുധം അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നത് അന്വേഷണം വഴിമുട്ടിക്കുന്നുണ്ട്. അതേസമയം കാസർഗോഡ് SP ആയി ജെയിംസ് ജോസഫ് ചുമതലയേറ്റു. ഡോക്ടർ A. ശ്രീനിവാസ് ക്രൈംബ്രാഞ്ച് SP ആയി നിയമിതനായതിനെ തുടർന്നാണ് ഈ മാറ്റം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ അറസ്റ്റ് ചെയ്ത എച്ചിലടുക്കം സ്വദേശി സജി ജോർജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സജിയെ കൂടാതെ മറ്റ് 5 പേർ കൂടി നിലവിൽ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൊലയാളി സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു സജി ജോർജ്. CPM ലോക്കൽ സെക്രട്ടറി പീതാംബരന് ശേഷം ഇരട്ട കൊലക്കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ആളാണ് സജി ജോർജ്. ഇയാൾ CPMന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. 5 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. തുടർച്ചയായി ഇവരെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് എല്ലാവരും. പോലീസിന്റെ പിടിയിലുള്ള പെരിയയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും മറ്റൊരാളും ചേർന്നാണ് പീതാംബരനൊപ്പം ശരത് ലാലിനെയും കൃപേഷിനെയും ആക്രമിച്ചതെന്ന മൊഴി എല്ലാവരും ആവർത്തിക്കുന്നുണ്ട്. ഈ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വസിക്കുന്നില്ല. പക്ഷേ പിടിയിലായവരെ അധിക നാൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് തീരുമാനം. അറസ്റ്റിലായ സജി ജോർജ് CPM അനുഭാവിയാണ്. പീതാംബരനുമായി വർഷങ്ങളായി അടുത്ത ബന്ധവുമുണ്ട്. പീതാംബരന്റെ നിർദ്ദേശമനുസരിച്ചാണ് വാഹനവുമായി എത്തിയതെന്ന് സജി പോലീസിന് മൊഴി നൽകി. അതേസമയം കൊലക്കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വീടുകൾ കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഇന്ന് സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.